ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. ഇന്ന് എന്നെ ശ്രവിക്കുന്ന എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവർക്കും നമ്മെ ചേർത്ത് കൊള്ളുവാനായി വേഗം വരുന്ന കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം നാം യേശുക്രിസ്തുവിനെക്കുറിച്ചും യേശുക്രിസ്തു ഒരു പൂർണ്ണ ദൈവമാണെന്നും പൂർണ്ണ മനുഷ്യനാണെന്നും നാം പഠിച്ചു. മാത്രമല്ല യേശുക്രിസ്തു എന്തിനു വേണ്ടിയാണ് ഈ ലോകത്തിലേക്ക് വന്നത്? യോഹന്നാൻ സ്നാപകൻ അവനെ കണ്ടപ്പോൾ പറയുന്ന ഇതാ ലോകത്തിൻ്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട്. മനുഷ്യരുടെ പാപങ്ങളെ ചുമന്ന് അവർക്ക് രക്ഷ ദാനമായിട്ട് നൽകുന്നതിന് വേണ്ടിയാണ് കർത്താവായ യേശുക്രിസ്തു ഈ ലോകത്തിലേക്ക് വന്നതെന്ന് നാം കണ്ടു. ആര് കർത്താവിനെ അവരവരുടെ പാപങ്ങൾ ഏറ്റുപറഞ്ഞ് മാനസാന്തരപ്പെട്ട് പാപങ്ങളെ ഏറ്റുപറഞ്ഞ് ഈ കർത്താവിൽ വിശ്വസിച്ചുകൊണ്ട് അവൻ നമുക്ക് വേണ്ടിയാണ് ഈ ലോകത്തിൽ വന്നതെന്നും അവൻ മരിച്ചുയർത്തെഴുന്നേറ്റുന്ന സ്വർഗത്തിൽ ജീവിക്കുന്നുവെന്നും അവന് പാപികളെ രക്ഷിപ്പാൻ സാധിക്കുമെന്നും നാം പൂർണ്ണമായിട്ടും വിശ്വസിച്ച് കഴിഞ്ഞാൽ നാം ദൈവത്തിൻ്റെ മക്കളാകും. അങ്ങനെ നാം സ്വർഗത്തിന് അവകാശികളാകുമെന്ന് നാം കണ്ടു. നാം രക്ഷിക്കപ്പെടും എന്ന് നാം കണ്ടു. എന്നാൽ പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ചിന്തകൾ വരാറുണ്ട്, നാം പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ രക്ഷ നഷ്ടപ്പെട്ടു പോകുമോ എന്നുള്ളത്. അപ്പോൾ ഒരു പ്രാവശ്യമാണ് നമുക്ക് യഥാർത്ഥമായിട്ട് രക്ഷിക്കപ്പെടണമെങ്കിൽ നാം കണ്ടതാണ് കർത്താവ് നിക്കോദെമസ് കർത്താവിൻ്റെ അടുക്കൽ വന്നിട്ട് പറഞ്ഞു, നല്ല ഗുരു എന്ന് പറഞ്ഞപ്പോൾ നിക്കോദെമസിനോട് കർത്താവ് പറഞ്ഞു, നീ വീണ്ടും ജനിച്ചില്ല എങ്കിൽ നീ ദൈവരാജ്യം കാണുകയില്ല. നമുക്ക് നിക്കോദെമസിനെ കുറിച്ച് നമ്മൾ പഠിച്ചതാണ്. അവൻ യഹൂദന്മാരുടെ ഒരു പ്രമാണിയായിരുന്നു, പരീശനായിരുന്നു, അവൻ സന്നിധ സഭയിലെ സംഘമായിരുന്നു. ഇങ്ങനെ ഇന്ന് പറഞ്ഞാൽ ഒരു വലിയ ബിഷപ്പ് എന്ന് വേണമെങ്കിൽ പറയാം, അല്ലെങ്കിൽ ഒരു ഇവാഞ്ചലിസ്റ്റ്, അങ്ങനെ ഒരു വ്യക്തിയായിരുന്നു നിക്കോദെമസ് എന്ന് കാണാം. ആ നിക്കോദെമസിനോടാണ് കർത്താവ് പറഞ്ഞത്, നീ വീണ്ടും ജനിച്ചില്ല എങ്കിൽ നീ ദൈവരാജ്യം കാണുകയില്ല എന്ന്. അപ്പോൾ അവൻ ചോദിക്കുന്നുണ്ട്, അയ്യോ ഞാൻ എങ്ങനെയാണ് നീ വീണ്ടും ജനിക്കുന്നത്? ഇനി എൻ്റെ അമ്മയുടെ ഉദരത്തിൽ നിന്ന് ജനിക്കാമോ? അപ്പോൾ കർത്താവ് പറയുന്നുണ്ട്, നീ ആത്മാവിൽ ജനിക്കണമെന്ന്. നമ്മൾ ഈ ലോകത്തിൽ ജനിച്ചവരെല്ലാം സാത്താൻ്റെ മക്കളായിട്ടാണ് ജനിക്കുന്നത്. കർത്താവ് തന്നെ പറഞ്ഞു, നിങ്ങൾ പിശാചെന്ന പിതാവിൻ്റെ മക്കളെന്ന് അറിയുന്നില്ലയോ? പിശാചിൻ്റെ മക്കൾ ദൈവത്തിൻ്റെ മക്കളായിട്ട് ജനിക്കണം. അവിടെ ഒരു ആത്മാവിൻ്റെ ജനനം ആവശ്യമാണ്. ആ ആത്മാവിൻ്റെ ജനനമാണ് നാം കണ്ടത്. നാം കർത്താവിൽ വിശ്വസിക്കുമ്പോൾ നമുക്ക് ആത്മാവിൽ വെള്ളത്താലും ആത്മാവിലാലും നമുക്ക് രക്ഷ പ്രാപിപ്പാനായിട്ട് സാധിക്കും എന്ന് നാം കണ്ടു. അങ്ങനെ രക്ഷിക്കപ്പെടുമ്പോൾ നാം വീണ്ടും ജനിക്കുമ്പോൾ നാം ദൈവത്തിൻ്റെ മക്കളായിട്ട് തീരും. അപ്പോൾ ഇങ്ങനെ വീണ്ടും ജനിച്ചവർ അവരുടെ രക്ഷ നഷ്ടപ്പെടുമോ? ഇനി അവരുടെ ജീവിതത്തിൽ വീണ്ടും രക്ഷിക്കപ്പെടണമോ എന്നൊക്കെ ചിന്ത ഉണ്ടാകാൻ കാരണമുണ്ട്. അതിൻ്റെ ആവശ്യമില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ രക്ഷ ഭദ്രമാണ്. ഒന്നാമത് നമ്മുടെ രക്ഷ ഭദ്രമാണെന്നുള്ളതിൻ്റെ കാരണം നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് രക്ഷ ദൈവത്തിൻ്റെ ഒരു ദാനമാണ്. ദാനം കൊടുത്തൊരു കാര്യം തിരിച്ച് മേടിക്കുന്ന വ്യക്തിയല്ല ദൈവം. മനുഷ്യരെ ചിലപ്പോൾ ദാനം കൊടുത്തു കഴിഞ്ഞേച്ച് സാധാരണ ചീപ്പായിട്ടുള്ള ആൾക്കാർ ദാനം കൊടുത്തു കഴിഞ്ഞിട്ട് കുറച്ച് കഴിയുമ്പോൾ എനിക്കിങ്ങ് തന്നേരെ. ചേട്ടത്തിയനീത്തിമാരൊക്കെ അങ്ങനെ പറയും, എന്തെങ്കിലും കാര്യം നേടാൻ വേണ്ടി എന്തെങ്കിലും കൊടുക്കും, മുട്ടായി കൊടുക്കും, പൈസ കൊടുക്കും. അതൊക്കെ കഴിഞ്ഞേച്ച് തിരിച്ചെനിക്ക് താട്ടടിയെന്ന് പറഞ്ഞ് മേടിക്കുന്നവരുണ്ടായിരിക്കാം. എന്നാൽ സർവശക്തനായ ദൈവം ദാനമായിട്ട് കൊടുക്കുന്ന ഒരു കാര്യം ഒരിക്കലും അത് തിരിച്ചു മേടിക്കുന്ന വ്യക്തിയല്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ രക്ഷ ഭദ്രമാണ്. നമുക്കൊരു വേദഭാഗം വായിക്കാം. എഫെസ്യർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായത്തിൻ്റെ അവിടെ വളരെ വ്യക്തമായിട്ടത് കാണുന്നുണ്ട്. 2-ന്റെ-8 വാക്യത്തിൽ ഇവിടെ പറയുന്നതുണ്ട്. അതിൻ്റെ 7 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ മനസ്സിലാക്കും. ക്രിസ്തുയേശുവിൽ അവനോടുകൂടെ ഉയർത്തെഴുന്നേൽപ്പിച്ച് സ്വർഗത്തിൽ ഇരുത്തുകയും ചെയ്തു. എവിടെയാ? രക്ഷിക്കപ്പെടുന്ന വ്യക്തിയെ സ്വർഗത്തിലാണ് ഇരുത്തിയിരിക്കുന്നത്. ഒന്നാമതായിട്ട് നാം അത് മനസ്സിലാക്കണം. അതിൻ്റെ ആ സ്വർഗത്തിൽ ഇരുത്തിയിരിക്കുന്നത് എങ്ങനെയാണ്? കൃപയാലല്ലോ നിങ്ങൾ വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. അതിന് നിങ്ങൾ കാരണമല്ല, ദൈവത്തിൻ്റെ ദാനം അത്രയാവുന്നു. അപ്പോൾ കൃപയാലാണ്, ദൈവത്തിൻ്റെ ദാനമാണ് രക്ഷ. നമ്മൾ രക്ഷിക്കപ്പെടുമ്പോൾ നമ്മളെവിടെ ഇരുത്തിയേക്കുന്ന? സ്വർഗത്തിൽ ഇരുത്തിയിരിക്കുകയാണ്. സ്വർഗത്തിലിരുത്തിയിരിക്കുന്ന ഒരു വ്യക്തിയെ പിന്നെ അവിടെ നിന്ന് തള്ളിയിടുമോ കർത്താവ്? ദാനമായിട്ട് സ്വർഗത്തിൽ ഇരുത്തിയതിന് ശേഷം ആത്മീയമായിട്ട് നമ്മളെ സ്വർഗത്തിൽ ഇരുത്തിയിരിക്കുകയാണ്. അതും എങ്ങനെ? ദാനത്താൽ. അപ്പോൾ രക്ഷ ദാനമാണ്. ഇവിടെ എഫെസ്യ ലേഖനം 2-ന്റെ-8 അധ്യായത്തിൽ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, കൃപയാലല്ലോ നിങ്ങൾ വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. അതിന് നിങ്ങൾ കാരണമല്ല, ദൈവത്തിൻ്റെ ദാനമത്രയാകുന്നു. ദാനം
കൈനീട്ടി മേടിക്കുന്നതാണ് രക്ഷ എന്ന് നമുക്ക് പറയാം. അങ്ങനത്തെ കൈനീട്ടി നാം ഒരു കാര്യം മേടിച്ചു കഴിഞ്ഞാൽ നാം ഒരിക്കലും നമ്മുടെ ദൈവം അത് തിരിച്ചു മേടിക്കുന്നവനല്ല. നാം ഒരു ധർമ്മക്കാരന് 10 രൂപ കൊടുത്തു, അത് കഴിഞ്ഞിട്ട് കുറച്ച് അവനെ കണ്ടു കഴിയുമ്പോൾ നമുക്ക് പൈസയ്ക്ക് ബുദ്ധിമുട്ട് വന്നാൽ നാം തിരിച്ചവൻ്റെ കയ്യിൽ നിന്ന് മേടിക്കുമോ? ഒരിക്കലും ഇല്ല. അങ്ങനെ മേടിക്കാൻ സാധിക്കത്തുമില്ല. എങ്കിൽ പ്രിയ സഹോദരിമാരെ, ദൈവം നമുക്ക് ദാനമായിട്ട് രക്ഷ തന്നെങ്കിൽ അത് നമ്മുടെ കയ്യിൽ നിന്ന് ഒരിക്കലും അതുകൊണ്ട് തന്നെ നമ്മുടെ രക്ഷ ഭദ്രമാണ്. രണ്ടാമതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും, നാം നിക്കോദോമസിനോടുള്ള ബന്ധത്തിൽ വീണ്ടും ജനിക്കുന്നതിനെക്കുറിച്ച് നമ്മൾ വായിക്കുമ്പോൾ അതിൻ്റെ 3:16 വാക്യത്തിൽ നാം കാണുന്നത് ഇങ്ങനെയാണ്: തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവരും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. നമ്മളെ സ്നേഹിച്ച് എന്തിനു വേണ്ടിയാണ്? നമുക്ക് നിത്യജീവൻ നൽകുന്നതിന് വേണ്ടിയാണ്. നിത്യജീവൻ എന്ന് പറഞ്ഞാൽ ഒരിക്കലും നശിച്ചു പോകാത്തതിനെയാണ് നിത്യം എന്ന് പറയുന്നത്. ഒരിക്കലും മാറിപ്പോകാത്തതാണ് നിത്യമായിട്ട്. അപ്പോൾ നിത്യജീവനാണ് നമുക്ക് തന്നിരിക്കുന്നത്, നിത്യ നരകമല്ല. നമ്മളെ നിത്യ പാപത്തിലിട്ടേക്കുകയല്ല ചെയ്യുന്നത്. നമ്മുടെ നിത്യ മരണമല്ല നമുക്ക് തന്നിരിക്കുന്നത്, നമുക്ക് നിത്യജീവനാണ് വായിക്കുന്നത്. യോഹന്നാൻ 3:16 വായിക്കുന്നത്, എൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും. നാം കണ്ടു, വീണ്ടും ജനിക്കണേ എങ്ങനെയാണ്? പുത്രനിൽ വിശ്വസിക്കുന്നവൻ നിത്യജീവൻ അവകാശിയാകും, അവൻ വീണ്ടും ജനിക്കും. കാരണം അവൻ നേരത്തെ പാപത്തിൻ്റെ സന്താനമായിരുന്നു, ഇപ്പോൾ അവൻ നിത്യജീവൻ അവകാശിയായിട്ട് തീരുകയാണ്. തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവന് നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. അതേ സഹോദരിമാരെ, കർത്താവ് ഈ ലോകത്തിലെ സ്നേഹിച്ചുകൊണ്ട് ഈ ലോകത്തിലേക്ക് വന്ന് സ്വർഗത്തിലെ സകല ആത്മീയ അനുഗ്രഹങ്ങളും വിട്ടിട്ട് ഒരു മനുഷ്യനായിട്ട് ഈ ലോകത്തിൽ വന്നു താൻ താഴ്ത്തി മരണത്തോളം, ക്രൂശിലെ മരണത്തോളം അനുസരണമുള്ളവനായിട്ട് തീർന്നത് നമുക്ക് നിത്യജീവൻ നൽകുന്നതിന് വേണ്ടിയാണ്. നമുക്ക് നിത്യജീവൻ നൽകി കഴിഞ്ഞാൽ പിന്നെ ആ നിത്യജീവൻ ഒരിക്കലും നമ്മളിൽ നിന്ന് എടുക്കുകയില്ല. അതുകൊണ്ട് നമ്മുടെ രക്ഷ ഭദ്രമാണ്. നമ്മുടെ രക്ഷ ഒരിക്കലും നഷ്ടപ്പെട്ടു പോകുന്നതാണ് അല്ല. മൂന്നാമതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും, മക്കൾ ഇപ്പോൾ മക്കളുണ്ട്, നമുക്കൊക്കെ മക്കളുണ്ടായിരിക്കും. മക്കളുള്ളവർ ഒരു പ്രാവശ്യം നമ്മുടെ മക്കളായിട്ട്, നമ്മുടെ ഒരു അമ്മയുടെ ഉദരത്തിൽ നിന്ന് മക്കളായിട്ട് ജനിച്ചിട്ടുണ്ടെങ്കിൽ അവരെന്നും നമ്മുടെ മക്കളാണ്. എന്തെല്ലാം പ്രശ്നങ്ങളുണ്ടായാലും അവർ നമ്മുടെ മക്കളാണ്. അവർ നമ്മളെ തള്ളിപ്പറഞ്ഞെങ്കിലും, നമ്മളെ ഉപദ്രവിച്ചെങ്കിലും, നമ്മളെ വേണ്ട എന്ന് പറഞ്ഞാലും നമ്മുടെ മക്കളാണ്. ഒരു പ്രാവശ്യം നമ്മുടെ മക്കളായിട്ട് ജനിച്ചവർക്ക് അവർ നമ്മുടെ മക്കളാണ്, അവകാശത്തിന് അർഹരാണ്. അവർക്ക് അവരുടെ മക്കളെന്നുള്ള ആ പദവി ഒരിക്കലും പോകയില്ല. ഇപ്പോൾ നമുക്ക് ലോകത്തിൻ്റെ സ്ഥിതി വെച്ച് നോക്കിയാൽ ചിലപ്പോൾ ചില അമ്മയപ്പന്മാർ മക്കളെ വേണ്ടെന്ന് വയ്ക്കുകയും അവരെ തള്ളിക്കളയുകയൊക്കെ ചെയ്തിട്ടുണ്ട്. എന്നാൽ DNA ടെസ്റ്റ് മുഖാന്തരമായിട്ട് വർഷങ്ങൾ കഴിഞ്ഞ് 50, 60, 70 വർഷങ്ങൾ കഴിഞ്ഞാലും ആ ടെസ്റ്റ് നോക്കിയിട്ട് DNA ആരുടെ മക്കളാണെന്ന് കണ്ടുപിടിക്കാനായിട്ട് ഈ ലോകത്തിൻ്റെ ശാസ്ത്രത്തിന് സാധിക്കുമെങ്കിൽ ഒരിക്കൽ മകളോ മകനോ ആണെങ്കിൽ അവരെന്നും മകനും മകളും തന്നെയാണ്. അവർ ഏതെല്ലാം തരത്തിൽ അവർ അമ്മയിൽ നിന്ന് അപ്പനിൽ നിന്ന് ദൂരെ പോയാലും അപ്പനെയും അമ്മയും വേണ്ട എന്ന് വെച്ചാലും അവർ മക്കൾ തന്നെയാണ്. എങ്കിൽ നമ്മൾ ഒരു പ്രാവശ്യം ദൈവത്തിൻ്റെ മക്കളായി കഴിഞ്ഞാൽ പിന്നെ നമ്മളെന്നും ദൈവത്തിൻ്റെ മക്കളാണ്. നമുക്ക് യോഹന്നാൻ 1:12 വാക്യം ഒന്ന് വായിക്കാം. അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അവൻ അധികാരം കൊടുത്തു. ഇവിടെ ആരാ? ദൈവത്തെ കൈക്കൊണ്ട് ദൈവത്തിൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ആരധികാരം കൊടുക്കുന്നത്? സർവശക്തനായ ദൈവമാണ് അധികാരം കൊടുക്കുന്നത്. നമ്മൾ ദൈവത്തെ കൈക്കൊണ്ട് എങ്ങനെയാണ് നമ്മൾ ദൈവത്തെ കൈക്കൊള്ളുന്നത്? ഞാനൊരു പാപിയാണെന്ന് സമ്മതിക്കുക, ഞാൻ ഈ പാവത്തിൽ നിന്ന് എന്നെ രക്ഷിക്കണമേ എന്ന് കർത്താവിനോട് അപേക്ഷിക്കുക, ദൈവത്തെ കൈക്കൊള്ളുക, നമ്മുടെ ഹൃദയത്തിലേക്ക് ദൈവത്തെ കൈക്കൊള്ളുക. അല്ലെങ്കിൽ നാം മാനസാന്തരപ്പെടുക, നമ്മുടെ പാപങ്ങൾ ഏറ്റുപറയുക. അത് കഴിഞ്ഞ് ദൈവത്തിന് നമ്മുടെ ഹൃദയത്തിലേക്ക് കൈക്കൊണ്ടിട്ട് ആ ദൈവം എന്നെ രക്ഷിപ്പാൻ മതിയായവനാണെന്ന് വിശ്വസിക്കുക. അതിനുവേണ്ടി കർത്താവ് സ്വർഗത്തിലെ സകല ആത്മീയവും ലോകവും വെടിഞ്ഞിട്ട് ഈ ലോകത്തിലേക്ക് വന്നു, മരിച്ചു, അവൻ ഉയർത്തെഴുന്നേറ്റ് ഇന്ന് സ്വർഗത്തിൽ ജീവിക്കുന്നു. അവൻ എന്നെ രക്ഷിപ്പാൻ മതിയായവനാണെന്ന് വിശ്വസിച്ചുകൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിച്ച് അവനെ ഏറ്റുപറയുന്ന നിമിഷം നാം ദൈവത്തിൻ്റെ മക്കളായിട്ട് തീരുമെന്നാണ് ദൈവത്തിൻ്റെ വചനം പറയുന്നത്. അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ ദൈവം അധികാരം കൊടുത്തു. ദൈവമാണ് അധികാരം കൊടുത്തത്, മനുഷ്യനല്ല അധികാരം കൊടുത്തത്. അങ്ങനെയെങ്കിൽ ഒരു പ്രാവശ്യം മകനായി തീർന്നെങ്കിൽ, ദൈവത്തിൻ്റെ മക്കളായിട്ട് തീർന്നെങ്കിൽ ഒരിക്കലും പിന്നെ ദൈവത്തിൻ്റെ മക്കളല്ലാതെ വരികയില്ല.
അതുകൊണ്ട് നമ്മുടെ രക്ഷ ഭദ്രമാണ്. അതുകൊണ്ട് നമുക്ക് ദൈവത്തെ സ്തുതിക്കാനായിട്ട് സാധിക്കും. നാം രക്ഷിക്കപ്പെട്ട ദൈവത്തിൻ്റെ മക്കൾ, നമ്മുടെ രക്ഷ ഭദ്രമാണ്. നമ്മുടെ രക്ഷ ഭദ്രമായതുകൊണ്ട്, നമ്മുടെ സ്വർഗ്ഗസ്ഥലത്ത് ഇരുത്തിയിരിക്കുന്നതുകൊണ്ട് നമുക്ക് കർത്താവിൻ്റെ ധൈര്യത്തോടു കൂടി ഈ ലോകത്തിൽ ജീവിപ്പാനായിട്ട് സാധിക്കും. അങ്ങനെ ആ വിശ്വാസത്തോടു കൂടി നമ്മുടെ കർത്താവ് വിശുദ്ധനാകിയാൽ നാം വിശുദ്ധിയുള്ളവരായിട്ട്, നാം ദൈവത്തിൻ്റെ മക്കളാണ്. ആ അപ്പനെ യോജിച്ച രീതിയിൽ ജീവിക്കേണ്ടത് ആവശ്യമാണ്. അതാണ് കർത്താവ് നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നത്. സ്വർഗത്തിലെ ദൈവത്തിൻ്റെ അപ്പനാണ്. പൊസിഷനിൽ നാം സ്വർഗത്തിൽ ഇരുത്തപ്പെട്ടവരാണ്. എങ്കിൽ ആ അവസ്ഥയിൽ ജീവിപ്പാനായിട്ട് കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടുമാറാകട്ടെ.